സോ ഗൈസ് നമ്മൾ സ്റ്റുഡിയോ പോകുന്നത് പ്ലീസ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആനിമി ടി വി സീരീസിൻ്റെ സീസൺ 1 15ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ് മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. പിന്നെ ബ്ലീച്ചിനകത്തില്ല നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്ന റൂക്കിയനെയാണ്. പക്ഷേ റൂക്കിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ആ വലിയ ഹോള വന്നതും ഒരുപാടധികം ഹോളോസ് കാർക്കുറ സിറ്റിയിൽ വന്നതും അതിനെ എല്ലാത്തിനെയും ഇച്ചിഗോ ഡിഫീറ്റ് ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം സോൾ സൊസൈറ്റി അറിയുമെന്ന് വിചാരിച്ചാണ് നമ്മുടെ റൂക്കിയേക്ക് ഉറങ്ങാൻ പറ്റാത്തത്. പിന്നീട് കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇച്ചിഗോ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കോണാണെങ്കിൽ ഇച്ചിഗോ ഇട്ട് വഴക്കുണ്ടാക്കിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിഗോൻ്റെ സിസ്റ്റർ ആണെങ്കിൽ അവനെ പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അവനതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ ഇച്ചിഗോ അതൊന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല. പക്ഷേ ഈ കാര്യം നമ്മുടെ കോണിന് ഒരുപാടധികം ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് പോകാൻ വേണ്ടി കോൺ തീരുമാനിക്കുകയാണ്. ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോ റൂക്കിയനെ വിളിക്കുന്നു. നമ്മുടെ റൂക്കി ആണെങ്കിൽ ഇന്നലത്തെ കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരുപാടധികം ടയർഡാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോകുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ കോൺ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് കോൺ നിൽക്കുന്ന സ്ഥലത്തൂടെ തന്നെ രണ്ട് പെണ്ണുങ്ങൾ നടന്നു വരുന്നത് കോൺ ശ്രദ്ധിക്കുന്നു. കോണിനെ അവരെടുക്കുമെന്ന് വിചാരിച്ചിട്ട് കോൺ അവിടെ തറയിലേക്കൊക്കെ കിടക്കുകയാണ്. എന്നാൽ നടന്നു വരുന്ന ഒരു കുട്ടിക്ക് അതേ ഒരു കുട്ടി കോണിനെ അങ്ങ് ചവിട്ടുകയാണ്. പെട്ടെന്ന് കോൺ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ടിട്ട് കോൺ സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കോൺ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് അതേ ഒരു പെൺകുട്ടി അത്ലറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോണിൻ്റെ പുറകെ ആ പെൺകുട്ടി ഓടുകയാണ്. അങ്ങനെ നമ്മുടെ കോണിൻ്റെ പ്ലാൻ മാറുന്നു. കാണിക്കുന്നത് നമ്മുടെ ഒറിഹിമിയാണ്. ഒറിഹിമി നടന്നു വരുന്ന സമയത്ത് റൂക്കി അങ്ങോട്ട് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒറിഹിമി ആണെങ്കിൽ സമ്മർ വെക്കേഷൻ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അതുമാത്രമല്ല ഇച്ചിഗോനെ കുറിച്ച് നിർത്താതെ നമ്മുടെ റൂക്കിയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഒരു പൂച്ചയാണ്. ഒരു പൂച്ച ഒരു സാധനത്തിന് മണ്ടയ്ക്ക് കയറി നിൽക്കുന്നു. അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഒറിഹിമിനെയാണ് കാണിക്കുന്നത്. ഒറിഹിമി തന്നെ കണ്ടുപിടിച്ച സോക്കറും അതുപോലെ തന്നെ ബേസ്ബോളും കൂടെ മിക്സ് ചെയ്ത ബോക്കർ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറിഹിമിനെ സാധനം കണ്ട നമ്മുടെ കോണാണെങ്കിൽ അടുത്ത ലക്ഷ്യം ഇവളാണെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഫുട്ബോൾ തട്ടിക്കൊണ്ട് വന്നിരുന്ന നമ്മുടെ താട്സ്കി ആണെങ്കിൽ കോണിനെയും അടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. തെറിച്ച് വരുന്ന നമ്മുടെ കോണിനെയും ബോളിനെയും കൂടെ ഒറിഹിമി ബാറ്റ് വെച്ചിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അത് അവിടെ നിന്ന് തെറിച്ചു പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരെന്തുമാണ് കളിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിൽക്കുകയാണ്. ഇച്ചിഗോൻ്റെ ഒരു കൂട്ടുകാരൻ ഇച്ചിഗോ പെണ്ണുങ്ങളെ വായി നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോനെ ചൊറിയാൻ വേണ്ടി വരികയാണ്. ഇതേ സമയത്ത് തന്നെ വേറൊരു ഇച്ചിഗോൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ സഹായിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അവർ കളിച്ച ബോളൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ട് വെക്കുകയാണ്. ഇഷിത ഇന്നും ക്ലാസ്സിൽ വന്നിട്ടില്ലെന്ന് പറയുന്നു. എന്നാൽ കീഗോ പറയുകയാണ് ഞാൻ ഇന്നലെ അവനെ പാർക്കിൽ വെച്ച് കണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ഒന്ന് പേടിക്കുന്നു. തന്നെ അവർ കണ്ടുപിടിക്കുമോ എന്ന് വിചാരിച്ച്. എന്നാൽ ഇച്ചിഗോയുടെ ഒരു കൂട്ടുകാരൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇഷിത എന്തോ കോകൃത്തരം കാണിച്ചു എന്തോ നാടകം പോലെ അവിടെ വേറെ കുറെ മണ്ടന്മാരും കൂടെ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് സന്തോഷമാക്കുന്നു. അതുമാത്രമല്ല ദൈവമേ എൻ്റെ കൂട്ടുകാരെ മണ്ടന്മാരാക്കിയതിന് നന്ദി എന്നും നമ്മുടെ ഇച്ചിഗോ പറയും. എപ്പോഴും നമ്മുടെ റൂക്കി ആണെങ്കിൽ ഒരുപാടധികം മൂഡ് ഓഫിലാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ ഇഷിത കയറി വരികയാണ്. നിന്റെ കൈക്ക് അങ്ങനെ മുറിവുണ്ടായെന്ന് നമ്മുടെ ടീച്ചർ ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണതാണെന്ന്. അപ്പോഴായിരുന്നു ഇച്ചിഗോ അവൻ്റെ കയ്യിലെ മുറിവുകളുടെ കെട്ടുകൾ കാണുന്നത്. ആ മുറിവുകളൊക്കെ വന്നത് ഇച്ചിഗോനെ രക്ഷിക്കുന്ന സമയത്തായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റൂക്കി ഇച്ചിഗോനോട് പറയുകയാണ് അതോർത്ത് നീ വിഷമിക്കേണ്ടായിരുന്നു, അത് അവൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു എന്നും. എന്നാൽ ഞാൻ ആരെക്കുറിച്ചും വിചാരിച്ച് വിഷമിക്കുന്നില്ലെന്ന് ഇച്ചിഗോയും പറയും. ബ്രേക്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇച്ചിഗോൻ്റെ കൂടെ പോകാനായിരുന്നു നമ്മുടെ ഇച്ചിഗോ ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിത അത് ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും ഫുൾ ചെലവ് എൻ്റെ കൂട്ടുകാരുടെ കയ്യിലാണെന്ന് നമ്മുടെ ഇച്ചിഗോ പറഞ്ഞ സമയത്ത് അവൻ വരികയാണ്. പിന്നീട് കാണിക്കുന്നത് മൂഡ് ഓഫിലിരിക്കും നമ്മുടെ റൂക്കി തന്നെയാണ്. റൂക്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. കാരണം സോൾ സൊസൈറ്റിക്ക് എന്നെ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇതും കൂടെ നടന്നപ്പോൾ എല്ലാ കാര്യവും തൃപ്തിയായി. റൂക്കിയനെ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉറുഹര ഷോപ്പാണ്. ഒരു അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റവൻ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ട കറുത്ത പൂച്ച വരുന്നു. പൂച്ചേനെ കണ്ടുകൊടുത്ത് തന്നെ നമ്മുടെ ഓരോരോ മിസ്റ്റർ ഉരുവച്ചിയാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ആ പൂച്ചയുടെ അടുത്തോട്ട് ഓടി വരുന്നു. എന്നിട്ട് ആ പൂച്ചയോട് സംസാരിക്കുന്നു. ഇത് കണ്ടിരുന്ന ടെസായിക്കൊന്നും മനസ്സിലാവാത്തോട്ടെ അവനോട് പറയുന്നു ഇത് നമ്മുടെ ഉറഹരയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ ഇച്ചിഗോയും ഫ്രണ്ട്സ് ഫുഡ് ഇരുന്ന് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അവരുടെ കൂടെ ഇഷിതയും ഉണ്ട്. സോ ഈ ഇഷിത വന്നത് നമ്മുടെ കീഗോയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ സാധോയും വന്ന് അവരുടെ കൂടെ ചേരുന്നു. നമ്മുടെ ഇഷിത ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ നിങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തത്? സിമ്പതിക്ക് വേണ്ടിയാണെങ്കിൽ അതെനിക്ക് ആവശ്യമില്ലെന്നും ഇഷിത പറയുന്നു. ചുമ്മാ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഫുഡ് ഇരുന്ന് കഴിക്കുക.
പിന്നെ നിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് അന്നേരം തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് നമ്മുടെ ഇച്ചിക്കോ പറയും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരഹിമേനെയും ഫ്രണ്ട്സിനെയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ റൂക്കിയാനോട് ഒരു കുട്ടി ചോദിക്കുന്നു, നിനക്ക് ഇച്ചിക്കോയായിട്ട് ക്രഷ് ആണോ എന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റൂക്കി ഒന്ന് ഇല്ലാതായി പോകുന്നുണ്ട്. നീ എപ്പോഴും ഇച്ചിക്കോയോടെ നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചോദിച്ചതെന്ന് അവർ പറയുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണെന്ന് നമ്മുടെ റൂക്കിയെ പറയാൻ നേരത്ത് അവിടെ ഇരിക്കുന്ന ആരും അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റൂക്കിയ തൻ്റെ യഥാർത്ഥ സ്ഥലം ഇതല്ലെന്ന് നമ്മുടെ റൂക്കിയ ഓർക്കുന്നു. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഉറേറെ ഷോപ്പിൽ എത്തിയിരിക്കുന്ന നമ്മുടെ കോണാണെങ്കിൽ ഇച്ചികമായിട്ട് പകരം വീട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ഞാൻ എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ അധികം താമസിക്കാതെ ജിന്റെ ഒരു പൂച്ചയുടെ സഹായത്തോടു കൂടി ഇവനെ കണ്ടുപിടിക്കുന്നു. കോഡിന്റെ പ്ലാൻ വീണ്ടും തകരുന്നു. അങ്ങനെ ക്ലാസ് ആയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്ന ഇച്ചികോനെ റൂക്കിയ പുറകിൽ നിന്ന് വിളിക്കുന്നു. എന്ത് പറ്റി, വേറെ ഏതെങ്കിലും ഹോള് വരണോ എന്ന് നമ്മുടെ റൂക്കിയോട് ചോദിക്കുന്നു. എന്നാ അതൊന്നും അല്ലെന്ന് നമ്മുടെ റൂക്കിയ ഇച്ചികോനോട് പറയുന്നു. എന്നാൽ അവളുടെ സ്വഭാവത്തിന് എന്തോ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചികോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് റൂക്കിയോട് ചോദിക്കാൻ നമ്മുടെ റൂക്കി ഒന്നും പറയുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഭയങ്കര അധികം ശബ്ദം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ട് നമ്മുടെ കോൺ അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. വന്നുകൊണ്ട് തന്നെ നമ്മുടെ റൂക്കിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മുടെ കോൺ പറയും. സോ കോണിന് ദേഹത്തുള്ള സ്റ്റിച്ച് എല്ലാം പൊട്ടിയതുകൊണ്ട് തന്നെ അത് ശരിയാക്കാൻ വേണ്ടി അവരാണെങ്കിൽ ഇഷിതയുടെ അടുത്തേക്ക് നമ്മുടെ കോണിനെ കൊണ്ടുപോയി. നമ്മുടെ ഇഷിതയാണെങ്കിൽ അതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഇച്ചിക്കോ നിന്റെ കയ്യിൽ മുറിവുള്ളതുകൊണ്ടല്ലേ നിനക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇഷിത കോണിനെ മേടിച്ച് വളരെയധികം സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ കോണിനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് ഒഴിക്കുകയാണ് നമ്മുടെ ഇഷിത. കണ്ടിട്ട് നമ്മുടെ കോണിന് ഒരുപാടധികം ദേഷ്യം വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഉറകറ ഷോപ്പിന്റെ മുന്നിലിരിക്കുന്ന ആ പൂച്ചേനെയാണ്. അന്ന് പാല് കൊടുക്കുന്ന സമയത്ത് ആ പൂച്ച സംസാരിക്കുന്നു. ഇനിയെങ്കിലും നിന്റെ ഈ നാടകം നിർത്ത്, നിനക്കറിയാലോ അവരിങ്ങോട്ട് വരുമെന്ന്. അങ്ങനെ പൂച്ച പറയുന്ന സമയത്ത് നമ്മുടെ ഉറഹര പറയുകയാണ്, പാല് കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കാണിക്കുന്നത് റൂക്കിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരുന്നത് നമ്മുടെ ഇച്ചിക്കോനെയാണ്. നമ്മുടെ ഇച്ചിക്കോ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ റൂക്കിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് ടേബിളിൽ വെക്കുകയാണ്. എന്നാൽ ടേബിളിൽ എന്തോ ഒരു കത്ത് പോലത്തെ ഒരു സാധനം, അതിൻ്റെ അകത്തിൽ എഴുതിയിട്ടുള്ളത് ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി എന്നായിരുന്നു. സോ ഗൈസ്, അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 15 15ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ്, നമ്മുടെ റൂക്കിയെ ഒരു കത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റൂക്കി എങ്ങോട്ട് പോയി, ഇനി എന്തായിരിക്കും ബ്ലീച്ച് സംഭവിക്കുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റ.